Good morning, dear children. Today we are going to discuss the poem Refugee Blues by W.H. Auden. Let us look about the poet. W.H. Auden, born in 1907 at York of middle-class High Church Anglican parents at Oxford, he became the leader of the so-called Oxford Poet, a group of left-winged intellectuals deeply committed to social and political issues. ഇംഗ്ലണ്ടിലെ യോർക്ക് എന്ന നഗരത്തിൽ ജനിച്ച ഓതറാണ് W.H. ഓഡൻ. ബട്ട് ഇദ്ദേഹം ഫേമസ്ലി അറിയപ്പെടുന്നത് അമേരിക്കൻ ഓതർ എന്നാണ്, ബിക്കോസ് ഹി മൈഗ്രേറ്റഡ് ടു അമേരിക്ക. ആൻഡ് ഇദ്ദേഹം ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും എഡ്യൂക്കേഷൻ പൂർത്തിയാക്കിയ ഒരു വ്യക്തിയാണ്. ഓക്സ്ഫോർഡ് പോയറ്റ്സ് എന്ന ഗ്രൂപ്പിലെ മെമ്പറും കൂടിയായിരുന്നു. മെമ്പർ മാത്രമല്ല, അദ്ദേഹം was the leader of the so-called Oxford poets and a group of left-winged intellectuals. അപ്പം മാർക്സിസ്റ്റ് ഐഡിയാസും കമ്മ്യൂണിസ്റ്റ് ഐഡിയാസും ഒക്കെ ഫോളോ ചെയ്യുന്ന ഒരു റൈറ്ററാണ് നമ്മുടെ W.H. ഓഡൻ. ഇദ്ദേഹത്തിൻ്റെ ഗ്രൂപ്പായ ഓക്സ്ഫോർഡ് ഗ്രൂപ്പ് ഓഫ് പോയറ്റ്സ് എല്ലാവരും ലെഫ്റ്റ് വിങ് ഐഡിയാസ് ഫോളോ ചെയ്യുന്നവരാണ്, മാർക്സിസ്റ്റ് ഐഡിയാസ് ഫോളോ ചെയ്യുന്നവരാണ്. പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ് ആണ് ഇവരുടെ റൈറ്റിങ്സിൽ മെയിനായിട്ടും വന്നിട്ടുള്ളത്. Okay, our poem is Refugee Blues by W.H. Auden. And who are refugee? അഭയാർത്ഥികൾ. Who are refugees? Yes, refugees. Refugee is a person who goes to another country to escape being mistreated for their religion or politics or to escape war. റെഫ്യൂജി, അഭയാർത്ഥികൾ. അഭയാർത്ഥി പ്രവാഹങ്ങൾ നമുക്ക് ഒരുപാട് അറിയാം അല്ലേ? ഐലാൻ കുർദി എന്ന ആ കൊച്ചുകുട്ടി കടൽ തീരത്തൊക്കെ മരിച്ചു കിടന്ന വാർത്തയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അല്ലേ? അപ്പം അഭയാർത്ഥികൾ എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്ത് നിൽക്കാൻ പറ്റാതെ, അല്ലെ സ്വന്തം രാജ്യത്ത് റിലീജിയസ് ആയിട്ടല്ലേ പൊളിറ്റിക്കലായിട്ട് അല്ലെങ്കിൽ യുദ്ധ സംബന്ധമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ അവിടെ നിൽക്കാൻ പറ്റാതെ, അല്ലെങ്കിൽ അവിടെ നിന്നാൽ തങ്ങൾ മരിച്ചേക്കാം അല്ലെങ്കിൽ കൊല്ലപ്പെട്ടേക്കാം എന്ന് ഒരു പേടിയിൽ മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടി പോകുന്ന ആൾക്കാരാണ് റെഫ്യൂജീസ് അല്ലേ? അഭയാർത്ഥികൾ. ബ്ലൂസ്, BLUES, ബ്ലൂസ് നിറം അല്ല കേട്ടോ, ബ്ലൂ നിറത്തെ അല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ബ്ലൂസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ഈസ് എ സ്ലോ സാഡ് സോങ് was sung by African Americans working as slaves in USA. These melancholy ballads expressed the unhappiness of the slaves' lives. ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ഒരു സാഡ് സോങ് ആണ്. പണ്ട് ആഫ്രിക്കൻ അമേരിക്കൻ സ്ലേവ്സ്, അമേരിക്കയിൽ വർക്ക് ചെയ്തിരുന്ന ആഫ്രിക്കൻ അമേരിക്കൻ സ്ലേവ്സ് പാടിയിരുന്ന ഒരു ശോകഗാനം, ഒരു സാഡ് സോങ് അല്ലെങ്കിൽ മെലങ്കോളിക് സോങ് ആയിരുന്നു ബ്ലൂസ് അറിയപ്പെട്ടിരുന്നത്. അപ്പോൾ റെഫ്യൂജി ബ്ലൂസ് എന്ന് നമ്മുടെ ഈ പോയത്തിന് ടൈറ്റിൽ ഇടുമ്പോൾ അഭയാർത്ഥികളുടെ ഒരു വിലാപഗാനം. അഭയാർത്ഥികൾ സ്വന്തം രാജ്യത്തും മറ്റൊരു രാജ്യത്തും താമസിക്കാനായിട്ട് ഒരു ഇടം പോലും ഇല്ലാത്ത അഭയാർത്ഥികൾ, റെഫ്യൂജീസിൻ്റെ പതറ്റിക് കണ്ടീഷൻ നമുക്ക് ഈ പോയത്തിൽ കാണാം. Blues by W.H. Auden is a powerful poem that describes the plight of German Jews seeking a refugee from the policies of Nazi Germany. ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ നാസിസം ജർമ്മനിയിൽ അധികാരമേറ്റതിന് ശേഷം അവിടുത്തെ ജൂതന്മാരെയൊക്കെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരവസ്ഥ നമ്മൾ ഹിസ്റ്ററിയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? ജൂത കൂട്ടക്കൊല, ഹോളോകോസ്റ്റ് എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പം ആ കൂട്ടക്കൊല ഭയന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് അഭയം തേടി പോകേണ്ടി വന്ന ഒരു ജൂതൻ്റെ അവസ്ഥയാണ്, ഒരു ജർമ്മൻ ജൂതൻ്റെ അവസ്ഥയാണ് നമ്മൾ റെഫ്യൂജി ബ്ലൂസ് എന്ന പോയത്തിലൂടെ W.H. ഓഡൻ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് പോയത്തിൻ്റെ സ്ട്രക്ചർ നോക്കാം.
ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ അറിയാം, the poem is structured by having 3 lines in each stanza and there are 12 stanzas in total. First 2 lines of every stanza talks about a situation. ഈ റെഫ്യൂജി ആയിട്ടുള്ള ഈ വ്യക്തിയുടെ ഒരു അവസ്ഥയെപ്പറ്റി പറയുന്ന വരികളാണ് ആദ്യത്തെ 2 വരികളെങ്കിൽ, മൂന്നാമത്തെ വരി the third or last line is about him breaking the news gently to his dear. നമുക്ക് കാണാം എല്ലാ സ്റ്റാൻസയുടെയും മൂന്നാമത്തെ വരിയിൽ ആ സ്പീക്കറിൻ്റെ ഡിയർ ആയിട്ടുള്ള ഒരാളോട് ആ വാർത്ത അല്ലെങ്കിൽ അവരുടെ ആ പതറ്റിക് കണ്ടീഷൻ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്, മനസ്സിലാക്കി കൊടുക്കുകയാണ് സ്പീക്കർ ആരാണ്? ഒരു ജർമ്മൻ ജൂ ആണല്ലേ, ഒരു ജൂതൻ, ഒരു റെഫ്യൂജി ആയിട്ടുള്ള ഒരു ജർമ്മൻ ജൂതൻ ആണ് സ്പീക്കർ ഓഫ് ദ പോം. And here we can see a repetition in the third line of each stanza. Yet there is no place for us, my dear, yet there is no place. And എല്ലാ സ്റ്റാൻസയുടെയും മൂന്നാമത്തെ വരിയിൽ മൈ ഡിയർ എന്ന് റിപ്പീറ്റ് ആയിട്ട് നമുക്ക് കാണാം അല്ലേ. അപ്പം ഇങ്ങനെ റെപ്പറ്റീഷൻ, ഒരു പോയത്തിൽ ഇങ്ങനെ റെപ്പറ്റീഷൻ ഉണ്ടാകുകയാണെങ്കിൽ, ഓരോ സ്റ്റാൻസയിലും ഇതുപോലെ റിപ്പീറ്റ് ആയിട്ട് ഒരു ഫ്രേസ് ഉണ്ടാവുകയാണെങ്കിൽ അതിനെ റെഫ്രെയിൻ എന്നാണ് നമ്മൾ വിളിക്കുക. REFRAIN, റെഫ്രെയിൻ എന്നാണ് അറിയപ്പെടുക. ഓക്കെ, W.H. ഓഡൻ്റെ റെഫ്യൂജി ബ്ലൂസ് എന്ന ഈ പോയത്തിൽ റൈം സ്കീം AAB എന്നാണ്. അപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, എല്ലാ സ്റ്റാൻസിലും നോക്കിയാൽ അറിയാം, സോൾസ് ഹോൾസ് അസ്, AAB എന്നുള്ള ഒരു റൈം സ്കീമാണ് നമ്മുടെ ഈ പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്. Blues was considered sad or slave music and therefore the general structure shows the grim reality of the situation where a beautiful world fails to provide and protect refugees. അപ്പം നമ്മൾ കണ്ട പോലെ തന്നെ ബ്ലൂസ് എന്ന് പറഞ്ഞാൽ ഒരു സാഡ് മ്യൂസിക്കാണ്. നമ്മുടെ ഈ പോയത്തിൽ ഈ ഒരു സ്ട്രക്ചർ, ഈ ഒരു ടൈറ്റിലും പോയത്തിൻ്റെ ഈ സ്ട്രക്ചറും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത് ഈ ലോകത്തിൽ മനുഷ്യർ എത്രമാത്രം അവഗണിക്കപ്പെടുന്നു, അല്ലെങ്കിൽ ഒരു രാജ്യത്തു നിന്നും മറ്റൊരു രാജ്യത്തേക്ക് അഭയം തേടിപ്പോകുന്ന മനുഷ്യരെ എത്രമാത്രമാണ് മറ്റ് മനുഷ്യർ അവോയ്ഡ് ചെയ്യുന്നത്, നിറത്തിൻ്റെ പേരിൽ അല്ലേ, റൈസിസം, കളറിൻ്റെയൊക്കെ പേരിൽ എത്രമാത്രം മനുഷ്യരെ അവോയ്ഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കാണാം. പോയത്തിൻ്റെ മിഡിൽ പോർഷനിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് കാണാം ബേർഡ്സിനും ഫിഷസിനും ഒക്കെ മറ്റ് രാജ്യത്തു നിന്നാണെങ്കിലും എൻട്രി കൊടുക്കുന്നുണ്ട്. ബട്ട് എന്തുകൊണ്ട് മനുഷ്യനെ മാത്രം പരിഗണിക്കുന്നില്ല എന്നൊരു ചോദ്യം നമ്മുടെ സ്പീക്കർ, റെഫ്യൂജി, ജർമ്മൻ ജൂ ചോദിക്കുന്നത് നമുക്ക് കാണാം. Okay, let us look at the poem. Say, this city has 10 million souls. Some are living in mansions, some are living in holes. Yet there is no place for us, my dear, yet there is no place for us. Here, the speaker begins by speaking about a city. It is filled with people, and some of whom are living in mansions and some in holes. This pathetic image depicts the enormous wealth that existed in his homeland. But this range of forms, there is nowhere for us, he says. And the speaker and his family are German Jews. He is mourning about his plight. അപ്പം നമ്മുടെ സ്പീക്കർ ജർമ്മൻ ജൂ ആയിട്ടുള്ള നമ്മുടെ ഈ സ്പീക്കറിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിൻ്റെ സിറ്റി, ഇദ്ദേഹത്തിൻ്റെ കൺട്രി ഇദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ഇദ്ദേഹം ഒരു സിറ്റിയുടെ ഇമേജിനെ പറ്റിയാണ് പറയുന്നത്. ഒരു സിറ്റിയുടെ ഇമേജാണ് നമുക്ക് പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ കാണാൻ പറ്റുന്നത്. ആ സിറ്റിയിൽ കുറേ ആൾക്കാർ മാൻഷൻസിൽ, കൊട്ടാരങ്ങളിൽ താമസിക്കുന്നു, കുറേ ആൾക്കാർ ഹോൾസിൽ, ചെറിയ കൂടാരങ്ങളൊക്കെയുള്ള വീടുകളിൽ താമസിക്കുന്നു. അപ്പം റിച്ച് ആയിട്ടുള്ളവരും പുവർ ആയിട്ടുള്ളവരും താമസിക്കുന്ന ഒരു സിറ്റിയെക്കുറിച്ചാണ് നമ്മുടെ സ്പീക്കർ ഇവിടെ പറയുന്നത്. ബട്ട്
He's also saying that yet there is no place for us, my dear, yet there is no place for us. But ഇത്ര ആൾക്കാർ ഇങ്ങനെ കൊട്ടാരങ്ങളിലും ചെറിയ വീടുകളിലൊക്കെ താമസിക്കുന്നു. ബട്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇവിടെ ഒരു സ്ഥലമില്ല, ഇവിടെ ഒരു സ്ഥാനമില്ല. Once we had a country and we thought it fair. Look in the atlas and you will find it there. We can't go there now, my dear. We can't go there. Here, the speaker is saying that once he had a country and he had a home and it was fair place. It was a fair place for him. And if one look in the atlas and he can find it there. He can find the country there. But he can't go there. He can't go back there. നമ്മുടെ സ്പീക്കറിന് ജർമ്മൻ ജ്യൂവിന് പണ്ടൊരു കൺട്രി ഉണ്ടായിരുന്നു. അവന് ജീവിക്കാനായിട്ട് സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കൺട്രി ഉണ്ടായിരുന്നു. അറ്റ്ലസിൽ നോക്കിയാൽ ആ കൺട്രി ഇപ്പോഴും കാണാം. ബട്ട് അങ്ങോട്ടേക്ക് ദ സ്പീക്കർ ജർമ്മൻ ജ്യൂ ആയിട്ടുള്ള നമ്മുടെ ഈ സ്പീക്കറിന് പോകാനായിട്ട് പറ്റിയല്ല. അവൻ അവിടെ നിന്നും ആട്ടി ഓടിക്കപ്പെട്ടിരിക്കുന്നു. തിരിച്ചു ചെന്നാൽ മരണം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ അങ്ങോട്ട് തിരിച്ചു പോകാനായിട്ട് പറ്റുകയില്ല. In the village churchyard there grows an old yew. Every spring it blossoms anew. Old passports can't do that, my dear. Old passports can't do that. Here, the speaker records a powerful memory. The sight of a yew tree that grows in a churchyard. It is something that he is very familiar with. But now he cannot go there. It blossoms anew each year without fail. But he adds, old passports don't have the same ability. This alludes to the inability of him to go home. Everything they thought belonged to them, including their citizenship, is lost. Here, our speaker's passport is expired. That is why he is saying that old passport. Here, in this stanza, speaker, German Jew, ഒരു ട്രീയെ പറ്റി പറയാണ്. ഓൾഡ് യു എന്ന മരം എല്ലാ സ്പ്രിങ്ങിലും മുടങ്ങാതെ തന്നെ പുതിയതായിട്ട് വീണ്ടും തളിർക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ചെടിയാണ്. ആ ചെടിയുടെ മെമ്മറി ഇവിടെ കൊണ്ടുവരുന്നതിലൂടെ നമ്മുടെ സ്പീക്കറിൻ്റെ പത്തറ്റിക് സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ ആ ഒരു പാസ്പോർട്ട് വെച്ച് ജർമ്മൻ പാസ്പോർട്ട് വെച്ച് അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാമായിരുന്നു. എവിടെ വേണമെങ്കിലും പോയിട്ട് തിരിച്ച് കൺട്രിയിലേക്ക് തന്നെ തിരിച്ച് ചെല്ലാമായിരുന്നു. ബട്ട് നൗ ഇപ്പോൾ അദ്ദേഹം ഒരു ജർമ്മൻ ജ്യൂ ആയതുകൊണ്ട് തന്നെ കൂട്ടക്കൊല നടക്കും, അല്ലെങ്കിൽ തിരിച്ച് സ്വന്തം കൺട്രിയിലേക്ക് ചെന്നാൽ കൊല്ലപ്പെടും എന്ന് ഉറപ്പായതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പറ്റിയില്ല. ദിസ് ഇസ് പത്തറ്റിക് കണ്ടീഷൻ. സ്വന്തം രാജ്യത്തും പ്രവേശനമില്ല, മറ്റ് രാജ്യക്കാരും അങ്ങോട്ടേക്ക് കടത്തുന്നില്ല. അപ്പോൾ എവിടേക്ക് പോകണം എന്നറിയാത്ത ഒരു അനിശ്ചിതാവസ്ഥ, എ കൺഫ്യൂഷൻ ഇവരുടെ മുന്നിൽ ഉണ്ടാവുകയാണ്. The council banged the table and said, "If you have got no passport, you are officially dead. But we are still alive, my dear. But we are still alive." Here, an immigration officer announces, "If you have got no passport, you are officially dead." Without proper documentation, the speaker, the German Jew, is unable to enter the country. He is unable to enter any country without proper documentation. The speaker has lost his right to live in his own home. And the council is saying that he is officially dead. This is a shocking information.
Or this is shocking and disturbing conversation. This stanza relays the true difficulty of the situation that the speaker and his family or his companion are facing. സ്വന്തം രാജ്യത്തും പ്രവേശനമില്ല, മറ്റ് രാജ്യത്തും പ്രവേശനമില്ല. എക്സ്പയർഡ് ആയ പാസ്പോർട്ട് പുതുക്കി കിട്ടാനായിട്ട് അപ്ലൈ ചെയ്താൽ പോലും അതിനും പറ്റുന്നില്ല. ഈ റെഫ്യൂജീസിന് പാസ്പോർട്ട് പുതുക്കി കൊടുക്കാനായിട്ട് പാസ്പോർട്ട് ഓഫീസേഴ്സ്, ഇമിഗ്രേഷൻ ഓഫീസേഴ്സ് താമസം വരുത്തിയാണ്. കാരണം ഹിറ്റ്ലർ അത്രമാത്രം ശക്തനായ ഒരു നേതാവാണ്. സോ he is saying that the passport officer is saying that if you have got no passport you are officially dead. ജീവിച്ചിരിക്കുമ്പോൾ പോലും മരിച്ചു എന്ന് മുദ്ര കുത്തപ്പെടേണ്ട ഒരവസ്ഥ. Went to a committee. They offered me a chair, asked me politely to return next year. But where shall we go today, my dear? But where shall we go today? Here, in this stanza, the unnamed committee, a committee, tells him to come back next year. Please go from our country and come back next year. But speaker is asking a question. Where shall we go today? He don't know how to take care of those he loves. ഒരു കൺട്രിയിൽ ഒരു കമ്മിറ്റി ഒരു റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് ചർച്ച ചെയ്യുന്ന ഒരു കമ്മിറ്റി ആവാം. അപ്പോൾ ആ കമ്മിറ്റിയിൽ നമ്മുടെ സ്പീക്കറിനെ സമാധാനപൂർവ്വം വിളിച്ചു വരുത്തിയിട്ട് പറയാണ്, ഇപ്പോൾ നിങ്ങൾ പോയിട്ട് അടുത്ത വർഷം തിരിച്ചു വരൂ, അടുത്ത വർഷമേ ഞങ്ങൾക്ക് ഈ കൺട്രിയിൽ നിങ്ങളെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ, അടുത്ത വർഷം തിരിച്ചു വരൂ എന്ന് പറയാണ്. അപ്പോൾ നമ്മുടെ സ്പീക്കർ ചോദിക്കുകയാണ്, വേർ ഷാൽ വി ഗോ ടുഡേ? ഇന്ന് നമ്മൾ എവിടെ പോകും? ഈ ഒരു കൺട്രിയിൽ അഭയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ച് സ്വന്തം രാജ്യത്തേക്കും പോകാൻ പറ്റിയല്ല. മാത്രവുമല്ല ജർമ്മൻ സോൾജിയേഴ്സ് എപ്പോൾ വേണമെങ്കിലും പിടിച്ച് കൊന്നു കളഞ്ഞേക്കാം. അങ്ങനെയുള്ളൊരു പത്തറ്റിക് സിറ്റുവേഷൻ ആണ്. Came to a public meeting. The speaker got up and said, if we let them in, they will steal our daily bread. He was talking of you and me, my dear. He was talking of you and me. This stanza is about a public meeting. In that meeting, one speaker is saying that if we let them in, they will steal our daily bread. The other countries, in this stanza, poet expresses, or our speaker is saying about other countries' fear in regard to letting in new refugees. Someone at the meeting tells the group that they will take something from the citizens of the country. ഒരു പബ്ലിക് മീറ്റിങ്ങിൽ, മറ്റൊരു കൺട്രിയിൽ പബ്ലിക് മീറ്റിങ്ങിൽ ഒരാൾ പറയാണ്, ഇഫ് വി ലെറ്റ് ദം ഇൻ ദേ വിൽ സ്റ്റീൽ അവർ ഡെയിലി ബ്രെഡ്. അപ്പം നമ്മൾ ഈ കൺട്രിയിലേക്ക് പുതിയ റെഫ്യൂജീസിനെയൊക്കെ വെൽക്കം ചെയ്താൽ നമ്മുടെ ഡെയിലി ബ്രെഡിനുള്ള വക പോലും അവർ അടിച്ചു മാറ്റിക്കൊണ്ട് പോകും എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് പറയുന്നത്. Thought I heard the thunder rumbling in the sky. It was Hitler over Europe saying, they must die. Oh, we were in his mind, my dear. Oh, we were in his mind. Here, the poet W.H. Auden used a poetic device, personification. Here, rumbling in the sky. Here, poet used a personification, a poetic device known as personification, giving human qualities to non-human things or attributing human qualities to non-human things. Thunder rumbling എന്നാണ് പറയുന്നത്. ഇടിമുഴക്കത്തിൻ്റെ അലർച്ചയെ നമ്മുടെ ഹിറ്റ്ലറിൻ്റെ സൗണ്ടിനോട് യൂറോപ്പ് മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന they must die എന്ന് പറയുന്ന ഹിറ്റ്ലറിൻ്റെ ആ അതിഭീകരമായ സൗണ്ടിനോട് നമ്മുടെ ഓതർ W.H. ഓഡൻ ഈ തണ്ടറിൻ്റെ ശബ്ദത്തെ ഉപമിക്കുകയാണ്. നമ്മുടെ സ്പീക്കർ ഒരു ജർമ്മൻ ജൂ ആണല്ലോ. അപ്പം
സ്പീക്കർ പറയാണ്, thought I heard the thunder rumbling in the sky. It was Hitler over Europe saying they must die. We were in his mind, my dear. Oh, we were in his mind. Hitler's voice and his declaration, they must die, are compared to thunder rumbling in the sky. Here he also used a metaphor. He's comparing the rumbling of the thunder with the sound of Hitler. This metaphor depicts, or this metaphor shows how powerful the man Hitler was, and how his decrees or how his declarations had a godlike power. His reach expanded all over the speaker's world, that is Europe. Hitler's voice is spreading all over the Europe, and his speaker is also afraid of him, afraid of Hitler. He's saying that, oh, we were in his mind, my dear. Oh, we were in his mind. നമ്മുടെ സ്പീക്കർ ജർമ്മൻ ജ്യൂ ഭയപ്പെടുകയാണ്. നമ്മുടെ യൂറോപ്പ് മുഴുവൻ മുഴങ്ങിക്കേൾക്കുന്ന ശബ്ദത്തിലാണ് ഹിറ്റ്ലർ ഡിക്രി പുറപ്പെടുവിച്ചിരിക്കുന്നത്. ജൂതനാണെങ്കിൽ അവൻ മരിക്കണം എന്നുള്ള ഒരു ഡിക്രി പുറപ്പെടുവിച്ചിരിക്കുകയാണ്. സോ ഹിറ്റ്ലറിൻ്റെ മനസ്സിൽ ഇപ്പോഴും നമ്മളുണ്ട്. ഹിറ്റ്ലറിൻ്റെ സോൾജിയേഴ്സ് ഇപ്പോഴും നമ്മളെ തേടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഭയപ്പെടേണ്ട ഒരു സിറ്റുവേഷനാണ് നമുക്ക് മുന്നിലുള്ളത് എന്ന് സ്പീക്കർ പറയാണ്. Saw a poodle in the jacket fastened with a pin. Saw a door open, a cat let in. But they weren't German Jews, my dear. But they weren't German Jews. Everyone have home. Speaker is saying that everyone have home and safety. But no two German Jews. He has no home and no homeland. Here, നമ്മുടെ സ്പീക്കർ നോക്കുമ്പോഴത്തേക്കും ഒരുപാട് ആൾക്കാർ സമാധാനമായിട്ട് ജീവിക്കുന്നു. മറ്റ് രാജ്യങ്ങളിലൊക്കെ ഒരുപാട് ആൾക്കാർ സമാധാനമായിട്ട് ജീവിക്കുന്നു. അവരുടെ പെറ്റ്സും മൃഗങ്ങളും പക്ഷികളും ഒക്കെ സമാധാനമായിട്ട് ജീവിക്കുന്നു. ബട്ട് ജർമ്മൻ ജ്യൂ ആയിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സമാധാനമില്ല, അവർക്കൊരു ജീവിതമില്ല, അവർക്കൊരു ഹോംലാൻഡ് ഇല്ല. Went down the harbor and stood upon the quay, saw the fish swimming as if they were free. Only then, only 10 feet away, my dear, only 10 feet away. Here, when the speaker is sitting at the harbor, he's seeing fishes. Some fishes are swimming and enjoying their freedom. Fishes have the ability to live their lives, or they have the freedom to live. Because the speaker is saying that because they are not Jews, they are not in human race. Because they are enjoying their freedom. മീനുകൾ ഹാർബറിലിരുന്ന് വെള്ളത്തിലേക്ക് നോക്കുമ്പോഴത്തേക്ക് മീനുകൾ അതിലെ സ്വിം ചെയ്ത് പോകുന്ന കാണുകയാണ്. പോയിട്ട് നമ്മുടെ സ്പീക്കർ ജർമ്മൻ ജ്യൂ സ്പീക്കർ പറയുകയാണ്, ഈ ഫിഷസ് ഒരു ജൂതനല്ല, അല്ലെങ്കിൽ ഹ്യൂമൻ റേസിലെ ഉൾപ്പെടുന്ന ഒന്നല്ല ഈ ഫിഷ്. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ ഫ്രീഡം എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. Then next stanza. Walk through a wood, saw the birds in the trees. They had no politicians and sang at their ease. They were in the human race, my dear. They were in the human race. Here, poet is saying some birds and animals are enjoying their freedom. Here, നമ്മുടെ സ്പീക്കർ ജർമ്മൻ ജ്യൂ പറയാണ്, മൃഗങ്ങളും പക്ഷികളും ഒക്കെ അവരുടെ ഇഷ്ടത്തിന് പാട്ട് പാടുകയും അവരുടെ ഇഷ്ടത്തിന് എൻജോയ് ചെയ്യുകയും ചെയ്യാണ്. Because they had no politicians and they were in the human race. ഇപ്പം പൊളിറ്റീഷ്യൻസ് ഒന്നും നിയന്ത്രിക്കാനില്ല, അല്ലെ കൺട്രോൾ ചെയ്യാൻ ആരുമില്ല. തങ്ങളെ കൺട്രോൾ ചെയ്ത് അടിച്ചമർത്താൻ ഒരു ഡിക്റ്റേറ്ററായിട്ട് ആരും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ആനിമൽസും ബേർഡ്സും ഒക്കെ ഇത്രമാത്രം ഫ്രീഡം എൻജോയ് ചെയ്യുന്നത്. അവർ ഹ്യൂമൻ റേസിൽ ഉൾപ്പെട്ടിരുന്നെങ്കിൽ അവർക്കും ഈ അവസ്ഥ വന്നേനെ. ജർമ്മൻ ജ്യൂ ആയിട്ട് ഈ ഭൂമിയിൽ ജനിച്ചിരുന്നെങ്കിൽ അവർക്ക് ഈ അവസ്ഥ വന്നേനെ. ബട്ട് ദേ ആർ നൗ എൻജോയിങ് ദർ ഫ്രീഡം.
They are free. Next answer. Dreamed I saw a building with 1,000 floors, 1,000 windows and 1,000 doors. Not one of them was ours, my dear, not one of them was ours. Here, the speaker is saying about his dream, or speaker is expressing something, or a speaker is saying something from his imagination. He is showing a building with 1,000 floors, having 1,000 windows and 1,000 doors, but not a single one of them was ours. Here, the speaker is expressing his feeling of isolation. ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ് സ്പീക്കർ പ്രസന്റ് ചെയ്യുന്നത്. He is feeling exiled from his country and also from the human race entirely. സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം, ജർമ്മൻ ജൂ ആയിട്ടുള്ള ഈ സ്പീക്കറെ സംബന്ധിച്ചിടത്തോളം സ്വന്തം കൺട്രിയിൽ നിന്ന് മാത്രമല്ല, ഈ ഹ്യൂമൻ റേസിൽ നിന്ന് തന്നെ, മനുഷ്യവർഗത്തിൽ നിന്ന് തന്നെ എക്സൈൽഡായി, ഒറ്റപ്പെട്ട് ഐസൊലേറ്റഡ് ആയിട്ട് മാറിപ്പോകേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. ബിക്കോസ് ജർമ്മനി എന്ന സ്വന്തം കൺട്രിയിൽ നിൽക്കാൻ പറ്റിയല്ല. ഹിറ്റ്ലർ ജൂതനാണ് എന്നുള്ള കാരണം കൊണ്ട് ഹിറ്റ്ലർ കൊന്നുകളയും. ആൻഡ് മറ്റ് ഒരു കൺട്രിയും, യൂറോപ്പിലുള്ള മറ്റൊരു കൺട്രിയും ഈ റെഫ്യൂജീസിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് കൂട്ടാക്കുന്നുമില്ല. സോ ഹി ഈസ് സെയിങ് ദാറ്റ് ഹി ഈസ് എക്സൈൽഡ് ഫ്രം ദ ഹ്യൂമൻ റേസ് എൻറ്റയർലി. None of them was ours, my dear. Not one of them was ours. Not one of them was ours എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഈ ലോകത്തിൽ ഒരുപാട് നിലകളുള്ള ഒരുപാട് കെട്ടിടങ്ങളൊക്കെ കണ്ടാലും അതിലൊന്നുപോലും നമ്മുടേതല്ല. ഒരിടത്ത് പോലും നമുക്ക് പ്രവേശനമില്ല, എൻട്രി ഇല്ല എന്ന് സ്പീക്കർ പറയാണ്, വിലപിക്കുകയാണ്. ഈസ് എക്സ്പ്രസിങ് ഹിസ് worries. This poem has a melancholic tone, a sad tone. Okay, next answer. Stood on a great plain in the falling snow. 10,000 soldiers marched to and fro, looking for you and me, my dear, looking for you and me. This stanza ends with a haunting image. German soldiers are searching for them across the great plain in the falling snow. The plain is very likely a symbol for all European countries. We can assume that it is a symbol for all European countries. Here, German soldiers are searching for these refugees, searching for killing them. പോയം എൻഡ് ചെയ്യുമ്പോഴത്തേക്കും സ്പീക്കർ പറയുന്നത് ഒരു പത്തറ്റിക് ആയിട്ടുള്ള കണ്ടീഷനാണ്. ഒരു രാജ്യത്തും സേഫ് ആയിട്ടുള്ള ഒരു അഭയം കിട്ടാതെ ഈ റെഫ്യൂജീസ്, ഒരു ഷെൽട്ടർ ഇല്ലാതെ അല്ലെങ്കിൽ ഒരു അഭയം കിട്ടാതെ ഇങ്ങനെ അലഞ്ഞു നടക്കുന്ന ഈ റെഫ്യൂജീസിനെ തേടി ജർമ്മൻ സോൾജിയേഴ്സ് ഇങ്ങ് നടക്കുന്നുണ്ട്. എപ്പോൾ വേണമെങ്കിലും അവരുടെ പിടിയിലകപ്പെട്ടേക്കാം, എപ്പോൾ വേണമെങ്കിലും മരിച്ചു പോയേക്കാം എന്നൊരവസ്ഥയാണ്. എന്ത് ചെയ്യണം, അല്ലെ എവിടേക്ക് പോകണം എന്നറിയാത്ത ഒരു പത്തറ്റിക് സിറ്റുവേഷൻ ദാറ്റ് ഈസ് എക്സ്പ്രസിങ് ത്രൂ ദിസ് പോം. എത്ര ഭീകരമായിട്ടുള്ള കണ്ടീഷനാണ് ജർമ്മൻ ജൂസ് നേരിടേണ്ടി വന്നത്, ഹിറ്റ്ലറിൻ്റെ കാലത്ത് നേരിടേണ്ടി വന്നത് എന്ന ഒരു തീമാണ് പോയറ്റ് ദ റെഫ്യൂജി ബ്ലൂസ് എന്ന പോയത്തിലൂടെ കൺവേ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. Okay, we already saw some literary devices in this poem. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ പേഴ്സണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസ് നമ്മുടെ ഹിറ്റ്ലറിൻ്റെ ശബ്ദത്തെ തണ്ടറിൻ്റെ റംബ്ലിംഗ് പോലെ അല്ലെ തണ്ടറിൻ്റെ അലർച്ച, ഈ തണ്ടറിൻ്റെ അലർച്ച ഹിറ്റ്ലറിൻ്റെ ഡിക്ലറേഷൻ ദേ മസ്റ്റ് ഡൈ എന്ന ഹിറ്റ്ലറിൻ്റെ ഡിക്ലറേഷൻ പോലെ തണ്ടറിൻ്റെ ശബ്ദം തോന്നുന്നു എന്ന് നമ്മുടെ സ്പീക്കർ പറയുമ്പോൾ അവിടെ പേഴ്സണിഫിക്കേഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. റംബ്ലിംഗ് ഓഫ് തണ്ടറിൻ്റെ അലർച്ച എന്നതുകൊണ്ട് അവിടെ ഒരു പേഴ്സണിഫിക്കേഷൻ, ഹ്യൂമൻ ക്വാളിറ്റി നോൺ ഹ്യൂമൻ തിങ്ങായ തണ്ടറിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു
പേഴ്സണിഫിക്കേഷൻ എന്ന പോയറ്റിക് ഡിവൈസ് പോയറ്റ് യൂസ് ചെയ്തിരിക്കുകയാണ്. ഹിയർ a poet W.H. Auden also used another poetic device called metaphor. Here, metaphor. Poet is comparing the rumbling of the thunder with the voice of Hitler. So we can clearly say that here poet also used metaphor. And another poetic device, നമ്മൾ പോയത്തിൻ്റെ ബിഗിനിങ്ങിൽ കണ്ടിരുന്നു റെഫ്രെയിൻ ഓർ റെപ്പറ്റീഷൻ പോയിട്ട് യൂസ് ചെയ്തിരിക്കുന്നുണ്ട് എന്ന്. വി കനോട്ട് ഗോ ദെയർ നൗ ഡിയർ, മൈ ഡിയർ, വി കനോട്ട് ഗോ ദെയർ നൗ എന്ന് പോയിട്ട് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ സ്റ്റാൻസയുടെയും എൻഡിങ് ലൈനിൽ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സാഡ്നെസ് ആണ്, ഒരു വറിയാണ്. അപ്പം മൈ ഡിയർ എന്ന് എല്ലാ സ്റ്റാൻസയിലും റിപ്പീറ്റ് ആയിട്ട് വരുമ്പോൾ അതിനെ റെഫ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത്. REFRAIN റെഫ്രെയിൻ എന്ന് പറഞ്ഞാൽ റെപ്പറ്റീഷൻ തന്നെയാണ്. അപ്പം റെപ്പറ്റീഷൻ എന്ന പോയറ്റിക് ഡിവൈസും മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ, ഈ പോയറ്റിക് ഡിവൈസസും ഒക്കെ നമ്മൾ പഠിച്ചപ്പോൾ തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ കണ്ടു. ദെൻ പോയറ്റ് ഓൾസോ യൂസ്ഡ് അല്യൂഷൻ. അല്യൂഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് എന്നാണ് അർത്ഥം. റെഫറൻസ് റെഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ, അസൈൻമെൻറ്റ്സ് ഒക്കെ എഴുതാൻ നേരത്ത് നമ്മൾ റെഫർ ചെയ്യാറുണ്ടല്ലേ, മറ്റ് വർക്കുകളൊക്കെ റെഫർ ചെയ്യാറുണ്ടല്ലേ. അപ്പം റെഫറൻസ് അല്ലെ അല്യൂഷൻ എന്ന് പറഞ്ഞാൽ റെഫറൻസ് ടു ഹിസ്റ്ററി ഓർ റെഫറൻസ് ടു സം അതർ ബുക്സ് എന്നാണ്. മറ്റേതെങ്കിലും ബുക്കുകളോ അല്ലെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്നുള്ള കാര്യങ്ങളോ ഒക്കെ ഒരു വർക്ക് എഴുതുമ്പോൾ ഹിസ്റ്ററിയിൽ നിന്നുള്ള കാര്യങ്ങളോ അല്ലെ മറ്റു വർക്കിൽ നിന്നുള്ള കാര്യങ്ങളോ ഒക്കെ കടമെടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെ അതിനെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പോയറ്റിക് ഡിവൈസാണ് അല്യൂഷൻ എന്ന് പറയുന്നത്. ഹിയർ ദ റെഫറൻസ് ടു ഹിറ്റ്ലർ ആൻഡ് ജർമ്മൻ ജൂസ് let the readers know that the speaker is a victim of the Holocaust. അപ്പം നമ്മൾ ഈ പോയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് അറിയാതെ വായിക്കുകയാണെങ്കിൽ തന്നെയും ഹിറ്റ്ലർ എന്നുള്ള ആ പേരും ഹോളോകോസ്റ്റിൻ്റെ ആ ഒരു മെമ്മറീസും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് കൊണ്ടുവരുമ്പോൾ ഇത് ജർമ്മൻ ജൂസിൻ്റെ അവസ്ഥയാണ് എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അല്ലേ. അപ്പം ഇവിടെ അല്യൂഷൻ യൂസ് ചെയ്തിരിക്കുകയാണ്. ഹിസ്റ്ററിയിൽ നിന്ന്, ചരിത്രത്തിൽ നിന്ന് ഒരു കാര്യം എടുത്ത് പോയത്തിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുകയാണ്. ജർമ്മൻ ജ്യൂസ് നേരിടേണ്ടി വന്ന ആ ഹോളോകോസ്റ്റിൻ്റെ ആ മെമ്മറീസ് ഒക്കെയാണ് ഇവിടെ പോയിട്ട് എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് അവർ പോം. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.